ചേരുംപടി ചേർക്കുക. ഇന്ത്യയുടെ വടക്കേ അറ്റം. 2. ഇന്ത്യയുടെ തെക്കേ അറ്റം. 3. ഇന്ത്യയുടെ കിഴക്കേ അറ്റം. 4. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം. എ. കിബത്തു. ബി. ഇന്ദിരാക്കോള്. സി. ഇന്ദിര പോയിൻ്റ്. ഡി. ഗുഹാർ മോത്തി. അപ്പം ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 1 ബി ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോളാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിൻ്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിൻ്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബത്തു. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിൻ്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. കാവേരി നദിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത്. കാവേരി നദിയുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത്. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ്. ബി. വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നു. സി. ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യ അണക്കെട്ട് ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നു. കാവേരി നദിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റ് മാത്രമേ ചോദിച്ചാൽ ഉത്തരം ബി. വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കാവേരി നദിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ഇതിൽ ശരിയായതെന്ന് ചോദിച്ചാൽ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ്. ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി കാവേരി നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടായ ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നു. കാവേരിയെ ദക്ഷിണ ഗംഗ എന്നാണ് അറിയപ്പെടുന്നത്. കാവേരിയെ ദക്ഷിണ ഗംഗ എന്നാണ് അറിയപ്പെടുന്നത്. വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ നയാഗ്ര ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം നയാഗ്ര ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവം. 800 കിലോമീറ്ററാണ് കാവേരി നദിയുടെ ദൈർഘ്യം. 800 കിലോമീറ്ററാണ് കാവേരി നദിയുടെ ദൈർഘ്യം. ബാംഗ്ലൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരിയുടെ പോഷക നദിയാണ് അർക്കാവതി. ബാംഗ്ലൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരിയുടെ പോഷക നദിയാണ് അർക്കാവതി. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭവനി, പാമ്പാർ, കബാനി എന്നിവ. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാന പോഷക നദിയാണ് ഭവാനി, പാമ്പാർ, കബനി എന്നിവ. കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്ന തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളാണ്. കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കർണാടക. ഹരംഗി, ഭവാനി, കബനി, ലക്ഷ്മണതീർത്ഥ, അർക്കാവതി, പാമ്പാർ, അമരാവതി എന്നിവയാണ് കാവേരിയുടെ പ്രധാന പോഷക നദികൾ. കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് ഹരംഗി, ഭവാനി, കബനി, ലക്ഷ്മണതീർത്ഥ, അർക്കാവതി, പാമ്പാർ, അമരാവതി എന്നിവയാണ് കാവേരിയുടെ പ്രധാന പോഷക നദികൾ. തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ്. തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ്.